like church have forgotten this thing. സഭ ഈ ഒരു വിഷയം മറന്നുപോയി എന്ന് വിചാരിക്കുന്നു. Not many time we hear this subject. അനേക പ്രാവശ്യം ഈ ഒരു വിഷയത്തെക്കുറിച്ച് നാം കേൾക്കാറുമില്ല. We always think about this is a subject, pre-salvation subject. ആമേൻ. ഇത് രക്ഷയ്ക്ക് മുമ്പേ പറയേണ്ട വിഷയമാണെന്നാണ് പലപ്പോഴും നാം ചിന്തിക്കുന്നത്. It's a forgotten subject. ഇത് മറന്നുപോയ ഒരു വിഷയമാണ്. Avoided subject. ആമേൻ. ഇത് ചിലപ്പോഴൊക്കെ അവോയ്ഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. And very much seen as a low grade and seen as very elementary subject. ആമേൻ. ഇത് വളരെ താഴ്ത്തി കെട്ടിയും എന്തോ എലിമെന്ററി ആയിട്ടുള്ള വിഷയമാണെന്നാണ് ചിന്തിക്കുന്നത്. So I want to go back to that. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്ന് മടങ്ങി ചെല്ലുവാൻ My title is Repentance Redefined. അതുകൊണ്ട് എൻ്റെ ടൈറ്റിൽ മാനസാന്തരത്തെക്കുറിച്ച് വീണ്ടും ഒന്നുകൂടെ ചിന്തിക്കാം. Redefined repentance. ആമേൻ. മാനസാന്തരം ഒന്നുകൂടെ റീഡിഫൈൻ ചെയ്യാം. The first criteria. Yesterday we had a wonderful baptism. ആമേൻ. ഇന്നലെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്നാന ശുശ്രൂഷ ഉണ്ടാവാനിടയായി. And during that baptism I reminded them all, and all of us reminded. ആമേൻ. ഞങ്ങൾ എല്ലാവരും അവരെ ഓർമ്മിപ്പിക്കുവാനിടയായി. What is the prerequisite for baptism? ആമേൻ. സ്നാനപ്പെടുവാനുള്ള പ്രീറിക്വസിറ്റ്, അതിന്റെ ഒരു ആവശ്യം എന്താണ്, അതിന്റെ മുമ്പിൽ ചെയ്യേണ്ട ഒരു കർത്തവ്യം എന്താണ്? Prerequisite. ആമേൻ. കർത്തവ്യം എന്താണ്? പ്രീറിക്വസിറ്റ് എന്താണ്? What is that? Repentance. ആമേൻ. മാനസാന്തരമാണ്. Baptism without repentance is not a baptism. ആമേൻ. മാനസാന്തരം ഇല്ലാത്ത ഒരു സ്നാനം അത് യഥാർത്ഥ സ്നാനമല്ല. It is just a dry sinner becoming a wet sinner. ആമേൻ. ഒരു ഉണങ്ങിയ ഒരു പാപിയും നനഞ്ഞ ഒരു പാപിയാകുക, അത്രേ ഉള്ളൂ. Any baptism without repentance is invalid in the sight of God. Definitely you had a good time of shower in the baptism pool. ആമേൻ. മാനസാന്തരമില്ലാതെ സ്നാനപ്പെട്ട ഏതൊരു വ്യക്തിയും ആ സ്നാനം ഒരു അസാധുവാണ് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ. തികച്ചും നിങ്ങൾക്ക് ഒന്ന് വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങുവാൻ മാത്രം കഴിഞ്ഞു. But most of them believe that, and especially in churches they believe that repentance is one time. ആമേൻ. പലപ്പോഴും സഭയിൽ ചിന്തിക്കുന്ന ഒരു വിഷയമാണ് മാനസാന്തരം ഒരു പ്രാവശ്യം നടക്കുന്ന വിഷയമാണ്. Because baptism is only one time. കാരണം സ്നാനവും ഒരു പ്രാവശ്യമേ ഉള്ളല്ലോ. I want to tell you, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. baptism is one time. ആമേൻ. സ്നാനം ഒരിക്കൽ നടക്കുന്നതാണ്. Repentance is daily life. ആമേൻ. മാനസാന്തരം അത് തുടർമാനമായി ചെയ്യേണ്ടതാണ്. Hello? ആമേൻ. Can I get a good amen? നല്ലൊരു ആമേൻ കേൾക്കാമോ? I want to build this up. ആമേൻ. ഇതിൽ ഒന്ന് ചിന്തിക്കുവാൻ And ഞാൻ I want your ആഗ്രഹിക്കുന്നു. undivided attention. ആമേൻ. നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായി ഞാൻ ആഗ്രഹിക്കുന്നു. Okay, so let me go through this. ആമേൻ. ഇതിലൂടെ ഒന്ന് നമുക്കൊന്ന് കടക്കാം. Baptism is one time event. ആമേൻ. സ്നാനം ഒരിക്കൽ നടക്കുന്ന വസ്തുതയാണ്. Repentance is daily event. പക്ഷേ മാനസാന്തരം ദൈനംദിനം നടക്കേണ്ടതാണ്. When I say repentance, it's a common subject. ആമേൻ. മാനസാന്തരം എന്ന് പറയുമ്പോൾ അതൊരു കോമൺ ആയിട്ടുള്ള ഒരു വിഷയമാണല്ലോ. Let me define it. ആമേൻ. ഒന്നുകൂടെ ഞാൻ ഒന്ന് വിശദീകരിക്കട്ടെ. Repentance according to Lexham Bible Dictionary. ആമേൻ. ലെക്സം ബൈബിൾ ഡിക്ഷണറിയിൽ മാനസാന്തരത്തെ And I കുറിച്ച് want you പ്രകാരമാണ് to read പറയുന്നത്. this. I want you to read ചേർന്ന് this. നമുക്ക് ഒരുമിച്ച് വായിക്കാം. Can you read it together? Repentance refers to an event in which an individual attains a divinely provided new understanding of their behavior and feels compelled to change that behavior and begin a new relationship with God. Amen. This is the definition. ഇതാകുന്നു റിപ്പന്റൻസിന്റെ ഒരു ഡെഫിനിഷൻ. That means every day I will come to know some wrong behavior in my life. അതിന്റെ അർത്ഥം ഓരോ ദിവസവും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ തെറ്റുകളും ഞാൻ ഓർമ്മപ്പെട്ടു ഇരിക്കും. There will not be a single day where I don't have to repent. ആമേൻ. ഞാൻ മാനസാന്തരപ്പെടാത്ത ഒരു ദിവസം പോലും കാണുകയില്ല. Because of my ministry of 40 years. എൻ്റെ 40 വർഷത്തെ ശുശ്രൂഷ മുഖാന്തരം. By the way, I repented from everything. ആമേൻ. ഞാൻ സകലതിലും റിഗ്രറ്റ് ചെയ്യുന്നു. Never happens. ആമേൻ. ഒരിക്കലും സംഭവിക്കില്ല. The last breath of your life. നിങ്ങളുടെ ജീവന്റെ അവസാനത്തെ ശ്വാസത്തിലും it's needed. ആമേൻ. ഈ ഒരു മാനസാന്തരം ആവശ്യമാണ്. So I want you all to understand this concept. ആമേൻ. ഈ ഒരു കോൺസെപ്റ്റ് വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. Without repentance there is no Christian life. ഒരു ക്രിസ്തീയ ജീവിതം മാനസാന്തരം ഇല്ലാതെ ഒരിക്കലും സാധ്യമല്ല. Without repentance there is no life of believer. ആമേൻ. ഒരു വിശ്വാസിക്ക് മാനസാന്തരം ഇല്ലാതെ ഒരു ജീവിതവുമില്ല. Every day, whether you are pastor, pope, laity, worship lead, musician, preacher, evangelist, anybody
we all need repentance every day. ആമേൻ. പാസ്റ്റർ ആയാലും പോപ്പായാലും ഒരു വിശ്വാസിയായാലും പാട്ടുപാടുന്ന ആരായാലും നമുക്കെല്ലാ ദിവസവും മാനസാന്തരം ആവശ്യമാണ്. Why? എന്തിനു വേണ്ടി? See, let's read Acts 26:20. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 26:20 നമുക്ക് നോക്കാം. Let's read this. ചേർന്ന് നമുക്കൊന്ന് വായിക്കാം. Come on, let's read together. I preach that they should repent and turn to God and demonstrate their repentance by their deeds. So, what are the two things here? ആമേൻ. ഇവിടെ കാണുന്ന രണ്ട് വസ്തുതകൾ എന്താണ്? Every preaching should end up with a call of what? Repentance. എല്ലാ സന്ദേശവും അവസാനം ഒരു മാനസാന്തരത്തിനു വേണ്ടിയുള്ള ഒരു വിളിയാൽ അവസാനിക്കണം. And here it's that I preach that they should repent and what? Turn to God. So it's not for someone who is not baptized. It is for everybody, whether you're baptized or not. But definitely without this, no baptism. ആമേൻ. തീർച്ചയായിട്ടും ഇവിടെ വായിച്ച വാക്യത്തിന്റെ അവസാനം നാം കാണുന്നു, ഞാൻ പ്രസംഗിച്ചത് എന്തിനു വേണ്ടി? അത് മാനസാന്തരത്തിലേക്ക് അവരെ നയിക്കുവാനും. അതിന്റെ അർത്ഥം സകലർക്കും മാനസാന്തരം ആവശ്യമാണ്. തികച്ചും സ്നാനത്തിന് മുമ്പേ മാനസാന്തരം ആവശ്യമാണ്. Every Christian is expected to prove that you have repented. എല്ലാ ദൈവമക്കളും തെളിയിക്കേണ്ടത് ആവശ്യമാണ് നാം മാനസാന്തരപ്പെട്ടിട്ടുണ്ടെന്ന്. Hello? ആമേൻ. Can you read the second B line of that? ആമേൻ. അതിന്റെ രണ്ടാമത്തെ ഭാഗം ഒന്ന് വായിക്കാൻ Turn to കഴിയുമോ? God and, come on, let's read together. I want everybody to read loud. And demonstrate. That means to what? To prove. What to prove? Their repentance by their. How can I show my repentance? എന്റെ മാനസാന്തരം എനിക്ക് എങ്ങനെ കാണിക്കുവാൻ കഴിയും? Earlier I had so much of beard and mustache. ആമേൻ. മുമ്പ് എനിക്ക് താടിയും മീശയും ഉണ്ടായിരുന്നു. I shaved it. ഞാനത് എടുത്തു കളഞ്ഞു. I repented. ഞാൻ മാനസാന്തരപ്പെട്ടു. Earlier I used to wear all kind of red, blue and black shirts. ആമേൻ. മുമ്പ് ഞാൻ ഒരുപാട് കളറുള്ള നിറങ്ങളുള്ള വസ്ത്രം ധരിക്കുമായിരുന്നു. Now I wear only white shirt. ഇപ്പോൾ ഞാൻ വെള്ള ഷർട്ട് മാത്രമേ ധരിക്കത്തുള്ളൂ. Earlier I used to go to bar, today I go to church. ആമേൻ. മുമ്പ് ഞാൻ എങ്കിൽ Bar. ബാറിൽ പോവായിരുന്നു. ഇവിടെ പല ബാർ ഉണ്ടായിരിക്കും അല്ലേ? ഇപ്പോൾ ഞാൻ സഭയിൽ പോകുന്നു. That is not true repentance. അതല്ല യഥാർത്ഥമായ മാനസാന്തരം. True repentance is proved by your deeds. ആമേൻ. നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ യഥാർത്ഥമായ Every മാനസാന്തരത്തെ കാണിക്കുന്നത്. action of your life will prove whether you have repented or not. നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും അത് വെളിവാക്കും നാം യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടോ ഇല്ലയോ. As I repent, ഞാൻ മാനസാന്തരപ്പെടുമ്പോൾ my words will change. എന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ My മാറും. sight will change. എന്റെ ദൃഷ്ടി മാറുവാനിടയാകും. My thoughts will എന്റെ change. ചിന്തകൾ My മാറുവാനിടയാകും. imaginations will change. എന്റെ ചിന്തകളൊക്കെ My മാറുവാനിടയാകും. focus will change. എന്റെ ദർശനം My മാറുവാനിടയാകും. walk will change. എന്റെ നടപ്പ് My വ്യത്യാസമാകും. prayer will change. എന്റെ പ്രാർത്ഥനകൾക്ക് My വ്യത്യാസം വരും. reading will change. എന്റെ വചന ധ്യാനം My മാറുവാനിടയാകും. life will എന്റെ change. ജീവിതം പൂർണ്ണമായി മാറുവാനിടയാകും. This is a change of mind that results a change of action. ആമേൻ. മനസ്സിന്റെ ഒരു രൂപാന്തരമാണ് പ്രവൃത്തിയുടെ തന്നെ ഒരു പൂർണ്ണമായ രൂപാന്തരം വരുത്തുന്നത്. Every preaching was proposed, especially in the book of Acts. You see every preaching, especially the preaching of Peter is very famous. പത്രോസിന്റെ പ്രസംഗം വളരെ നന്നായി അറിയാവുന്നതാണല്ലോ. Acts chapter 3 verse 19. Let's read together. അപ്പോസ്തല പ്രവൃത്തി 3:19. Come on, read it together. Help me out. Repent therefore and be. So why to repent? Repent to convert. ആമേൻ. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ മാനസാന്തരപ്പെടുന്നത്? Convert, that your sins may be blotted out, so that times of refreshing may come from the presence of the Lord. That means your repentance is connected to your refreshing. ആമേൻ. നിങ്ങളുടെ മാനസാന്തരം നിങ്ങളുടെ റിഫ്രഷിംഗുമായിട്ട് കണക്റ്റഡ് ആണ്. What do you say in refreshing Malayalam? Can you read that in Malayalam, please? ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. എന്നാൽ കർത്താവിന്റെ സമുഖത്തു നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും. ആമേൻ. Amen.
How many of you are waiting for God's hand to work in your life? ആമേൻ. എത്ര പേര് ദൈവത്തിന്റെ കരം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, In my കാത്തിരിക്കുന്നു? life, I want to see God's hand. എന്റെ ജീവിതത്തിൽ എനിക്ക് ദൈവത്തിന്റെ കരം ഒന്ന് Your കാണണം. deliverance is connected to your നിങ്ങളുടെ repentance. വിടുതൽ അത് മാനസാന്തരത്തിൽ There ബന്ധപ്പെട്ടിരിക്കുകയാണ്. is no deliverance without repentance. മാനസാന്തരമില്ലാതെ ഒരു വിടുതലും നടക്കുകയില്ല. Every Christian should understand എല്ലാ that. ദൈവമക്കളും ഇത് തികച്ചു Every മനസ്സിലാക്കണം. Pentecostal believer should understand എല്ലാ that. പെന്തക്കോസ്തുകാരും ഇത് വ്യക്തമായി Today മനസ്സിലാക്കണം. also God is waiting for you to repent on something so that God can deliver you on the other way. ഇന്നും ദൈവം ചിലരുടെ മാനസാന്തരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, നിങ്ങളെ ചിലതിൽ നിന്നും വിടുവിച്ച് ചിലതേക്ക് എത്തിക്കുവാൻ. ഞാനിത് ദൈവാത്മാവിൽ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. I want to say this and declare this an action of Holy Spirit. മാനസാന്തരം ഒറ്റപ്പെട്ട് സംഭവിക്കുന്ന ഒരു സംഭവമല്ല. Repentance is not something unique and somewhere it എല്ലാ happens once in a while. ദിവസവും ദൈവം നമ്മളെ ഓരോ സാഹചര്യത്തിൽ കൊണ്ടുപോകും. Amen. Each and every day God will lead us through different situations. ചില സാഹചര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്താണെന്നറിയാമോ? Do you know why God is leading to certain situations? ചില വിഷയത്തിൽ നമുക്ക് മാനസാന്തരം ആവശ്യമാണ്. Because we require repentance in certain situations. ഇന്ന് ചില വ്യക്തി ജീവിതങ്ങളോടും കുടുംബങ്ങളോടും ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, Amen. Why am I exhorting to certain families and individuals this morning? ചില വിഷയത്തിൽ ആശ്വാസം വരണമെങ്കിൽ, Amen. In order to have the refreshment in വിടുതലുകൾ certain കാണണമെങ്കിൽ, areas, to see deliverance in certain നമ്മുടെ areas. ഒക്കെ ജീവിതത്തിൽ, Amen. In each and every one of our lives. ഇൻക്ലൂഡിംഗ് ഞാനാ പറയുന്നത്, Amen. Including myself. എന്റെ ജീവിതത്തിൽ, Including my life. നിങ്ങളുടെ ജീവിതത്തിൽ In your life. ചില മാറ്റങ്ങൾക്ക് വേണ്ടി ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുന്ന ചില വിഷയത്തെ ദൈവാത്മാവിന്റെ മുമ്പിൽ ഒന്ന് നെടുമ്പാട് വീണ് സമർപ്പണത്തോട് വരുവാണെങ്കിൽ അടുത്ത സുപ്രഭാതം നിങ്ങൾക്കൊരു വിടുതലിന്റെ സുപ്രഭാതമായിരിക്കും എന്ന് ദൈവാത്മാവിൽ പ്രവചിച്ചു പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തോത്രം ചെയ്തു. How many of you can accept it and praise God if I declare it by the unction of the Holy Spirit that certain situations come by your life to show and prove it to you that you require repentance? I want to talk to all the young people. Amen. എല്ലാ യൗവനക്കാരോട് ഞാൻ പറയട്ടെ, If you really want to see some blessings coming in your life, നിങ്ങളുടെ ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ your blessings are connected to your repentance. നിങ്ങളുടെ അനുഗ്രഹം നിങ്ങളുടെ മാനസാന്തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. And I will go back and I will tell you why I said അമ്മ, this. ഞാൻ എന്തിനു വേണ്ടി അത് പറഞ്ഞത് ഞാൻ തിരിച്ചു വരാം. So my major application today is from the Gospel of Luke. അമ്മ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നാണ് ഇതിന്റെ പ്രധാന ഭാഗം ഞാൻ പറയാൻ പോകുന്നത്. Those who have Bible they can open, but your Bible is here, but I appreciate you have your Bibles. അമ്മ, നിങ്ങളുടെ കരങ്ങളിൽ വിശുദ്ധ വേദപുസ്തകം ഉള്ളതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Amen. So Amen. Luke chapter 3 verse 7 till 14. ലൂക്കോസിന്റെ സുവിശേഷം 7 മുതൽ 14 വരെ ഉള്ള വാക്യങ്ങൾ Can we all read it together loud? ചേർന്ന് നമുക്ക് ഒരുമിച്ച് വായിക്കാം. Come on, let's read together. Then louder a little bit more. Then he said to the multitude that came out to be baptized by him, broods of vipers, who warned you to flee from the wrath to come? Therefore, bear fruit worthy of repentance, and do not begin to say to yourself, we have Abraham as our father. For I say to you that God can raise up children to Abraham from these stones. And even now the axe is laid to the root of the trees. Therefore, every tree which does not bear good fruit is cut down and thrown into fire. You know this whole event. ആമേൻ. ഈ ഒരു മുഴുവൻ അധ്യായം നമുക്ക് നന്നായി അറിയാം. Please attend this very carefully. ആമേൻ. ഇത് ശ്രദ്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. The scene is ആമേൻ. ഇവിടെ കാണുന്ന ഈ പശ്ചാത്തലം River Jordan. ആമേൻ, യോർദാൻ നദിക്കര, John the Baptist യോഹന്നാൻ സ്നാപകൻ baptizing people. ഇവിടെ ജനത്തെ സ്നാനപ്പെടുത്തുകയാണ്. Called everyone to come and have the baptism of ആമേൻ. repentance. സകലരെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള സ്നാനത്തിലേക്ക് വിളിക്കുകയാണ്. Many people came to be baptized. വലിയൊരു പുരുഷാരം സ്നാനപ്പെടുവാൻ വേണ്ടി എത്തി. A huge crowd. വലിയൊരു പുരുഷാരം. And looking unto the crowd. ആ പുരുഷാരത്തെ നോക്കിക്കൊണ്ട്, That's verse, you can see on the top. Multitude that came out to be baptized. To them John is addressing. ആമേൻ, സ്നാനപ്പെടുവാൻ വന്ന പുരുഷാരത്തോട് യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്. And what is he saying? എന്താണ് പറയുന്നത്? Brood of മലയാളത്തിൽ എന്തോ അത്? സർപ്പസന്തതികളെ. സർപ്പ സന്തതി. ചിന്തി നോക്കിക്കേ. Somebody is coming for baptism. ആമേൻ. സ്നാനപ്പെടാൻ ഒരു വ്യക്തി വരുവാന്ന് നമ്മൾ വിചാരിച്ചു. എങ്ങനെയും ഒന്ന് ബാപ്റ്റിസം ഒന്ന് കൊടുക്കാന്ന് ചിന്തിച്ചിരിക്കും. We are thinking on somehow we can give them a baptism. Right? And he is calling what? Brood of vipers. ആമേൻ. പക്ഷേ യോഹന്നാൻ അവരെ നോക്കിക്കൊണ്ട് ഇതാ സർപ്പസന്തതികളെ എന്നാണ് വിളിക്കുന്നത്.
The simple thing is that ആമേൻ. ഇത് ലഘുവായി പറയുവാണെങ്കിൽ ഇപ്രകാരമാണ്. John is identifying a multitude of people ആമേൻ. യോഹന്നാൻ ഇതാ ഒരു ജനക്കൂട്ടത്തെ കണ്ടുകൊണ്ട് who are ready to be baptized. അവർ സ്നാനപ്പെടാൻ തയ്യാറായ Yes, they lifted their hands. അവർ കരങ്ങളെ ഉയർത്തി. Oh, who want to be saved? എത്ര പേർക്ക് രക്ഷിക്കപ്പെടാൻ ആഗ്രഹമുണ്ട്? All the hands were lifted. എല്ലാ ജനവും കരങ്ങൾ Who ഉയർത്തി. want to save yourself? എത്ര പേർക്ക് നിങ്ങളെ തന്നെ രക്ഷിക്കണം? All the hands were lifted up. എല്ലാ കരങ്ങളും ഉയർന്നു. Who want to get baptized? എത്ര പേർക്ക് സ്നാനപ്പെടണം? We do this in our conventions. നമ്മളും കൺവെൻഷനുകൾ ഇതെല്ലാം Oh, ചെയ്യാറുണ്ട്. we see multitude of people lifting ഒരു hands. ജനക്കൂട്ടം കരങ്ങൾ ഉയർത്തുന്ന They all lifted their hands അവരെല്ലാം കരങ്ങൾ ഉയർത്തി. and then filled with spirit. അപ്പോൾ നിറവിൽ He is calling brood of vipers. അവരെ നോക്കി വിളിക്കുകയാണ് സർപ്പസന്തതികളെ. You are ready for baptism, നിങ്ങൾ സ്നാനപ്പെടുവാൻ തയ്യാറാണ്. but I want you to repent. പക്ഷെ നിങ്ങൾ മാനസാന്തരപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Church, is this applying to the church? ആമേൻ. ഇത് സഭയെ ബാധകമാണോ? I want to let you know. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. Being a pastor, I don't want to be unfaithful and unloyal to you. ആമേൻ. നിങ്ങളോട് അവിശ്വസ്തത കാണിക്കുവാൻ ഒരു ദാസൻ എന്ന നിലയിൽ കാണിക്കുവാൻ I ആഗ്രഹിക്കുന്നില്ല. live with the tithes and offerings that you provide. നിങ്ങൾ തരുന്ന ദശാംശത്തിലാണ് ഞാനും ജീവിക്കുന്നത്. One day I have to stand before the judgment seat. ഒരു ദിവസം ആ ന്യായവിധിയുടെ മുമ്പാകെ ഞാൻ നിൽക്കേണ്ടതാണ്. And I want to be faithful to you. അപ്പോൾ നിങ്ങളോട് വിശ്വസ്തതയായിട്ട് എനിക്ക് നിൽക്കണം. I'm telling you, നിങ്ങളോട് ഞാൻ തുറന്നു പറയട്ടെ, without repentance, മാനസാന്തരമില്ലാതെ you can never get to heaven. ആമേൻ. നിങ്ങൾക്ക് ഒരിക്കലും സ്വർഗ്ഗത്തിലെത്തുവാൻ I കഴിയില്ല. will never get to heaven. ഞാൻ ഒരിക്കലും സ്വർഗ്ഗത്തിലെത്തുന്നില്ല. No matter what I do, ഞാൻ എന്ത് തന്നെ no ചെയ്താലും, matter how big I am. ഞാൻ എത്ര വലിയവനാണെങ്കിലും, After receiving your tithes and offering, and if I let you go to hell, Amen. I will stand before the judgment seat. നിങ്ങളുടെ ദശാംശം സ്വത്രയച്ച് ഞാൻ വാങ്ങിച്ചിട്ട് നിങ്ങളെ നരകത്തിലേക്ക് വിട്ടാൽ ഒരിക്കലും എനിക്ക് സ്വർഗ്ഗരാജ്യം പ്രാപിക്കാൻ I want കഴിയില്ല. to let you, my friends, ആമേൻ. നിങ്ങളോട് ഞാൻ ഇപ്രകാരം പറയട്ടെ, repentance is an important factor of Christian life. ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമായ വസ്തുതയാണ് മാനസാന്തരം. Repentance means change of mind that leads to the change of action. മാനസാന്തരം എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു രൂപാന്തരം, അത് പ്രവൃത്തിയിലേക്കും ഒരു രൂപാന്തരം I can പ്രവർത്തിക്കും. bring out three important things here ഇവിടെ മൂന്ന് പ്രാധാന്യമുള്ള കാര്യങ്ങൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. from this text, ഈ വായിച്ച വാക്യത്തിൽ from നിന്നും, this chapter. ഈ വായിച്ച അധ്യായത്തിൽ നിന്നും There are three important things. മൂന്ന് പ്രാധാന്യമുള്ള വസ്തുതകളുണ്ട്. Number one. ഒന്നാമതായി Call for repentance. മാനസാന്തരത്തിന് വേണ്ടിയുള്ള ഒരു വിളി. Number two, രണ്ടാമതായി God's mercy. ദൈവത്തിന്റെ കരുണ. And number three, മൂന്നാമതായി fruits of repentance. മാനസാന്തരത്തിന്റെ ഫലങ്ങൾ. Let's go one by one. ഓരോന്നോരോന്നായി നമുക്ക് ചിന്തിക്കാം. First thing is call of repentance. ആമേൻ. ഇതാ മാനസാന്തരത്തിന് വേണ്ടിയുള്ള ഒരു വിളി. So what is actually John saying here? ഇവിടെ എന്താണ് യോഹന്നാൻ പറയുന്നത്? Do you remember what he's saying? എന്താ പറഞ്ഞതെന്ന് അറിയാമോ? Brood of vipers, സർപ്പസന്തതികളെ, repent. നിങ്ങൾ The മാനസാന്തരപ്പെടുവിൻ. next thing, അടുത്ത കാര്യം what is John saying? എന്താണ് യോഹന്നാൻ പറയുന്നത്? Verse 8. എട്ടാമത്തെ വാക്യം. Let's read together. Do not. So as soon as John said, hey, repent, ആമേൻ, മാനസാന്തരപ്പെടുവീൻ എന്ന് യോഹന്നാൻ പറഞ്ഞ ഉടനെ by the Spirit of the Lord, he identified the words in the mouth of the crowd. ആമേൻ, ജനത്തിന്റെ വായിൽ വരുന്ന വാക്ക് ആത്മാവിനാൽ ഗ്രഹിക്കുവാൻ യോഹന്നാന് He കഴിഞ്ഞു. understood. He got what they are thinking. ആമേൻ, അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് യോഹന്നാന് And മനസ്സിലാവാനിടയായി. that's why he said, അതുകൊണ്ടാണ് യോഹന്നാൻ വിളിച്ചു പറയുന്നത്, do not begin to say to yourself, you didn't tell me, but you are saying to yourself. What you are saying? What repentance? We have Abraham as our father. ആമേൻ. യോഹന്നാൻ ഇപ്രകാരം പറയുകയാണ്, നിങ്ങൾ പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങൾ ചിന്തിക്കു പോകരുത്, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായി ഉണ്ടല്ലോ എന്ന് പോലും. The same way what you are thinking. ആമേൻ. ഇന്ന് നാം ചിന്തിക്കുന്നത് പോലെ തന്നെ. ഞങ്ങളോട് മാനസാന്തരം പ്രസംഗിക്കുന്നത് ആമേൻ. Are you telling us? ആരാന്ന് അറിയാമോ? ഞങ്ങള് Do you know who I am? 4 തലമുറയായിട്ട് Amen. 4 generations. പെന്തിക്കോസിൽ ജനിച്ച് വളർന്ന് ചോറ് കഴിച്ചവരാ ഞങ്ങൾ. Amen. We are born and raised and bred in Pentecost. ഞങ്ങളോടാണോ? Amen. Are you telling repentance to us? അപ്പൻ ആരാന്നറിയാമോ? Amen. Do you know who my father is? Do you know what my talent is? Amen. എൻ്റെ കഴിവ് എന്താണെന്ന് അറിയാമോ? ഒത്തിരി കാര്യങ്ങളുണ്ട് പറയാൻ. We have a lot of things to say. നിങ്ങൾക്കറിയാം എന്റെ സഭ ഏതാന്ന്? Amen. Do you know which church I belong to? ആദ്യത്തെ കുറ്റിയടിച്ച സഭയാണ്. Amen. This was the first church that laid foundation. അറിയാമോ? Who am I? Amen. ഞാൻ ആരാന്നറിയാമോ? ഞങ്ങളൊക്കെ എന്താ പറഞ്ഞ പില്ലറിനെ എന്താ മലയാളത്തിൽ പറഞ്ഞേ? തൂണ്. ഞങ്ങളൊക്കെ നടുത്തൂണും കോണു തൂണും ഒക്കെയാണ്. We are the main pillars of the church. പിന്നെ ഞങ്ങളോടാ പറയുന്ന മാനസാന്തരപ്പെടാൻ. Are you telling to us to repent? Actually, this was the same mindset of the people there. അവിടെ കടന്നു വന്ന ജനത്തിന്റെ മനസ്സും ഇതുപോലെ തന്നെയായിരുന്നു. And John could grasp that. യോഹന്നാൻ അത് വ്യക്തമായി മനസ്സിലാക്കുവാനിടയായി. John is saying, what are you thinking? എന്നിട്ട് യോഹന്നാൻ പറയുക, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്?
you feel like you are the sons of, that means what? We are the Jews. For Amen. them, we are the Jews. ആമേൻ. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികളാണോ? അതായത് നിങ്ങൾ യഹൂദന്മാരായിട്ടാണ് ചിന്തിക്കുന്നത്? Why you have to call us for repentance? ആമേൻ. ഞങ്ങളെ എന്തിനാ മാനസാന്തരത്തിന് വേണ്ടി വിളിക്കുന്നത്? Yes, for baptism we are okay. സ്നാനപ്പെടുവാൻ ഞങ്ങൾ ഓക്കെയാണ്. Because you know, we want to give you some numbers. ആമേൻ. നിങ്ങൾക്ക് ചില നമ്പേഴ്സ് തരുവാൻ വേണ്ടി ഞാൻ സ്നാനപ്പെടാം. ഞങ്ങളൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി വരാം. We are just encouraging you so that we will ഞങ്ങളും get കൂടി back. ഫസ്റ്റിൽ ഓടി വന്നാലേ ബാക്കിയുള്ളവർ വരത്തുള്ളൂ. Amen. Only if we come in the first, only then the others will come. That's a strategy too. Amen. അപ്രകാരമാണല്ലോ സ്ട്രാറ്റജി. So baptism is okay, but don't call us for repentance. ആമേൻ. സ്നാനപ്പെടാൻ തയ്യാറാണ്, പക്ഷേ മാനസാന്തരം ഞങ്ങൾ തയ്യാറല്ല. The first is call of repentance. ഒന്നാമതായി മാനസാന്തരത്തിന് വേണ്ടിയുള്ള വിളിയാണ്. Number 2. രണ്ടാമതായി John is also telling us the mercy of God. ദൈവത്തിന്റെ കരുണയെക്കുറിച്ചും അവിടെ വിളിച്ചു You പറയുകയാണ്. know what is that? എന്താണെന്ന് അറിയാമോ? The mercy you can see. You know, I will say God's mercy, if you can see the next line. What is that? God is, come on, read. God is able from these stones to rise up children for Abraham. That means he is saying, ആമേൻ. യോഹന്നാൻ ഇവിടെ പറയുകയാണ് ദൈവത്തിന് ഈ കല്ലിൽ നിന്ന് പോലും അബ്രഹാമിന് സന്തതികളെ കൊടുക്കാൻ വേണ്ടി. just അർത്ഥം because of the traditional lineage, ആമേൻ. നിങ്ങൾക്ക് പാരമ്പര്യമുള്ളതുകൊണ്ട്, just because you're born in a Jewish family, നിങ്ങൾ ഒരു യഹൂദ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട്, just because by chance you are born in a Jewish family, ആമേൻ, സന്ദർഭവശാൽ നിങ്ങൾ ഒരു യഹൂദ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് you are not becoming the sons of Abraham. നിങ്ങൾ അബ്രഹാമിന്റെ സന്തതിയായി മാറുന്നില്ല. Galatians chapter 3 verse 7 says, ഗലാത്യർക്ക് ലേഖനം 3:7 ഇപ്രകാരം പറയുന്നു. if you can read that. So you see, it is men of faith who are the sons. It's not because of the DNA of Abraham, but it is because of the faith of Abraham we become the children of God. ആമേൻ. ഗലാത്യർക്ക് ലേഖനത്തിൽ പ്രകാരം പൗലോസ് പറയുകയാണ്, വിശ്വാസമുള്ള ജനമത്രേ അബ്രഹാമിന്റെ സന്തതികൾ. Galatians 3:29, and read it loud. ആമേൻ. ഗലാത്യർ 3:29. If you are Christ, then you are. Without Christ, you will not become Abraham's child. ആമേൻ. ക്രിസ്തുവില്ലാതെ ഒരിക്കലും നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികളായി മാറുകയില്ല. If you need Christ, then repentance is needed. നിങ്ങൾക്ക് ക്രിസ്തുവിനെ ആവശ്യമുണ്ടെങ്കിൽ മാനസാന്തരവും Without ആവശ്യമാണ്. repentance, no Christ. ആമേൻ. മാനസാന്തരമില്ലാതെ ക്രിസ്തുവുമില്ല. Without Christ, you are not the children of ആമേൻ. Abraham. ക്രിസ്തുവില്ലാതെ നിങ്ങൾ അബ്രഹാമിന്റെ And സന്തതികളുമല്ല. you will never become inheritance of the kingdom of God. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്വർഗരാജ്യം പ്രാപിക്കുകയുമില്ല. Then God is showing his mercy. അപ്പോൾ ദൈവം തന്റെ കരുണ You know കാണിക്കുകയാണ്. how big is my mercy? ആമേൻ. എന്റെ കരുണ എത്ര വലുതാണെന്ന് Do you അറിയാമോ? know how big is my grace? എന്റെ കൃപ എത്ര വലുതാണെന്ന് അറിയാമോ? Don't even think that without you I cannot do anything. ആമേൻ. നിങ്ങളില്ലാതെ എനിക്കൊന്നും കഴിയുകയില്ല എന്ന് ഒരിക്കലും Don't think ചിന്തിക്കരുത്. that without you my heaven will be empty. ആമേൻ. നിങ്ങളില്ലാതെ എന്റെ സ്വർഗരാജ്യം ശൂന്യമായിരിക്കുമെന്ന് Don't വിചാരിക്കരുത്. think that heaven will be empty. ആമേൻ. ഒരിക്കലും ചിന്തിക്കരുത് സ്വർഗമേ You know what I ശൂന്യമായിരിക്കുമെന്ന്. can do? എനിക്കെന്ത് ചെയ്യാന്ന് You know കഴിയുമോ? what is my mercy? ആമേൻ. എന്റെ കരുണ എന്താണെന്ന് If അറിയാമോ? I had to raise kids, ആമേൻ. എനിക്ക് സന്തതികളെ if ഉളവാക്കണമെങ്കിൽ, I had to bring the kids out of Abraham, എബ്രഹാമിൽ നിന്നും എനിക്ക് സന്തതികളെ I ഉളവാക്കണമെങ്കിൽ don't need a man and a woman. എനിക്കൊരു പുരുഷനും സ്ത്രീയുടെയും ആവശ്യമില്ല. I can raise up kids from these stones. ഈ കിടക്കുന്ന കല്ലിൽ നിന്നും എനിക്ക് ഉളവാക്കുവാൻ കഴിയും. ജീവനില്ലാത്ത കല്ലുകളുടെ അകത്തുനിന്ന് Amen. From these lifeless stones, എനിക്ക് സന്തതികളെ ഉണ്ടാക്കാൻ I can പറ്റുന്ന bring ദൈവമാണ്. out children for ഇന്ന് Abraham. പെന്തിക്കോസ്ത് സഭയ്ക്കകത്ത് എനിക്ക് വിളിച്ച് പറയാനൊരു To the കാര്യമുണ്ട്. Pentecost church, I want to declare this. നിങ്ങൾ ശ്രേഷ്ഠന്മാരാണെന്നും പൈതൃകമുണ്ടെന്നും എന്ന് പറഞ്ഞ് വിചാരിച്ച് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ If there is anyone, Yeah, go if ahead. there is anyone thinking that I am great and I have tradition and lineage, എന്റെ ലീനിയേജ് ഇതാണെന്നും Amen. This is my lineage. എന്റെ പ്രാക്ടീസ് ഇതാണെന്നും Oh, this is what I do. This is my practice. ഞാൻ ക്രിസ്ത്യ കുടുംബത്തിൽ I'm ജനിച്ചെന്നും born and raised in a Christian family. തോമസ് ലീഹ വന്ന മുതൽ എന്റെ അപ്പന്മാർ അതിന്റെ അകത്താണെന്നും Oh, my parents were in it since Thomas came. ഒറ്റയൊരുത്തനും അബ്രഹാമിന്റെ മക്കളല്ല. None of them are Abraham's പക്ഷേ children. ദൈവാത്മാവിൽ ഞാൻ പറയട്ടെ, But in the spirit, let me വെളി tell you, കിടക്കുന്ന ജീവനില്ലാത്ത ചില oh, കല്ലുകളുണ്ടല്ലോ, there are stones lying outside that are ആർക്കും lifeless. ദയ തോന്നാത്ത, Amen. No one finds mercy on it. ഇവരിൽ നല്ലത് എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് ചിന്തിക്കുന്ന, I think people think, will anything good come out people of think it? nothing is going to happen to those stones. Amen. ആ കല്ലുകൾക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. My God can take some dead stones. Amen. മരിച്ച ചില കല്ലുകളെ He ദൈവത്തിനെടുക്കാൻ can കഴിയും. raise up children for himself. അതിൽ നിന്ന് ദൈവത്തിന് വേണ്ടി ചില സന്തതികളെ So if ഉളവാക്കാം. you have life today, ഇന്ന് നിങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ, thank God, because it is not because of your lineage. ആമേൻ, നിങ്ങളുടെ പാരമ്പര്യ മുഖാന്തരമല്ല Thank ജീവനുള്ളത്. God because you are not born in a Christian നിങ്ങൾ family. ക്രിസ്ത്യ
ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് Thank God, because you are not coming from a Pentecostal നിങ്ങൾ family. ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ Yes, വന്നുകൊണ്ടല്ല. all those things are good. അതെല്ലാം നല്ലതാണ്. But I am born as a child of God. ഞാനൊരു ദൈവ പൈതലായി ജനിച്ചത്. Once I was dead. ഞാൻ ഒരിക്കൽ Once മരിച്ചവനായിരുന്നു. I was lost. ഞാൻ ഒരിക്കൽ But today നഷ്ടപ്പെട്ടവനായിരുന്നു. I am alive. ഇന്ന് ഞാൻ And ജീവനുള്ളവനാണ്. today I belong to the Lord. ഇന്ന് ഞാൻ ആ ദൈവത്തിനുള്ളവനാണ്. ഹല്ലേലൂയ. Can I get some good amen? നല്ലൊരു ആമേൻ കേൾക്കുവാൻ കഴിയുമോ? Can I get some good amen? നല്ലൊരു ആമേൻ കേൾക്കുവാൻ കഴിയുമോ? Hallelujah. ഹല്ലേലൂയ. God is saying, ആമേൻ ദൈവം പറയുകയാണ്. John is saying, ആമേൻ ദൈവം പറയുകയാണ്. that is God's mercy. ആമേൻ അതാണ് ദൈവത്തിന്റെ കരുണ. Do not reject anybody. ആമേൻ ആരെയും തിരസ്കരിക്കരുത്. Do not look down on anyone. അതുകൊണ്ട് ആരെയും ഒന്ന് താഴ്ത്തി നോക്കരുത്. God can raise anybody ആമേൻ ദൈവത്തിന് ആരെയും ഉയർത്തുവാൻ at കഴിയും. any point of time. ഏത് സമയത്തും. You may think that nobody knows me. ആമേൻ നിങ്ങൾ വിചാരിക്കും ആർക്കും എന്നെ അറിയില്ല. I have no lineage. എനിക്കൊരു പാരമ്പര്യവുമില്ല. Push ചെയ്യാൻ ആരുമില്ല. ആമേൻ no one to push me forward. എന്നെ ഒന്ന് ഫ്രണ്ടിൽ കൊണ്ടുവരാൻ No ആരുമില്ല. one is there to take me Nobody forward. is there to promote me. എന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുവാൻ ആരുമില്ല. Promotion doesn't come from east and west. ആമേൻ തെക്കുന്നോ വടക്കുന്നോ അല്ല പ്രൊമോഷൻ വരുന്നത്. Promotions comes from the Lord. ആമേൻ പ്രൊമോഷൻ വരുന്നത് ദൈവത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. Amen. ആമേൻ. And then let me go to the fruit of repentance. ആമേൻ ഈ മാനസാന്തരത്തിന്റെ ഫലങ്ങളിലേക്ക് ഒന്ന് വേഗത്തിൽ ചെല്ലട്ടെ. Fruit of repentance, I want to tell you that there are 3 traps. ആമേൻ ഇവിടെ There are 4 traps actually. ആമേൻ യഥാർത്ഥമായ 4 ട്രാപ്സ് We all go through these 4 traps. ആമേൻ ഈ 4 മേഖലയിൽ കൂടി നാം എല്ലാവരും കടന്നു പോകും. The trap of pride, ആമേൻ അഹംഭാവത്തിന്റെ ഒരു ട്രാപ്പ്. the trap of money, ആമേൻ പണത്തിന്റെ ഒരു ട്രാപ്പ്. the trap of exploitation, ആമേൻ ചൂഷണത്തിന്റെ ഒരു ട്രാപ്പ്. the trap of morality. ധാർമ്മികത്തിന്റെ ഒരു ട്രാപ്പ്. There are 4 traps every Christian will go through. എല്ലാ ക്രിസ്ത്യാനികളും കടന്നു പോകുന്ന ഈ 4 കെണികളുണ്ട്. Let me bring these 4 things from this text. ആമേൻ ഈ വായിച്ച അധ്യായത്തിൽ നിന്ന് ഈ 4 വിഷയവും നിങ്ങളുടെ മുമ്പിൽ വെക്കാം. So there are 4 groups of people in this text ആമേൻ who are ready for baptism. ആമേൻ സ്നാനപ്പെടുവാൻ 4 കൂട്ടര് ഈ നാം വായിച്ച അധ്യായത്തിലുണ്ട്. Okay, let's go നമുക്ക് ഓരോന്നായി ചിന്തിക്കാം. one by one. ഓരോന്നായി ചിന്തിക്കാം. So first one, if you read, it is, multitude. ആമേൻ ജനക്കൂട്ടമാണ് ഒന്നാമത്തെ കൂട്ടര്. You saw that 7 verse 1, right? ആമേൻ ആദ്യത്തെ വാക്യം 7ാമത്തെ വാക്യത്തിൽ നിങ്ങൾ അത് കണ്ടല്ലോ. Okay, so those are the people who are very much ready for baptism. അവരാണെങ്കിൽ സ്നാനപ്പെടുവാൻ തയ്യാറായിരിക്കുന്ന ഒരു കൂട്ടമാണ്. And as they got ready, അവർ തയ്യാറെടുത്ത സമയത്ത്, okay, leave it like that. Don't touch. So as they go for serving and talking, let's go with chapter 3 and verse 7. ആമേൻ 3-ാം അധ്യായം അതിന്റെ 7ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് ചിന്തിക്കാം. Then he said to the multitude that came upon, right? So first was multitude. Then the people came up and said, so what should we do? Verse 10. I don't have that screen here. I don't have that point over here. If you read in Malayalam, verse 10. 10ാമത്തെ വാക്യം. ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് പുരുഷാരം അവനോട് ചോദിച്ചു. After hearing this, crowd is asking, what should I do? ആമേൻ ഇത് കേട്ടതിനു ശേഷം പുരുഷാരം ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം? What should I do? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? The first group, ആമേൻ ഒന്നാമത്തെ കൂട്ടര് multitude. ആമേൻ ഇത് ജനക്കൂട്ടമാണ്. What are they thinking? അവരെന്താണ് ചിന്തിക്കുന്നത്? Their thoughts is Abraham our father, ആമേൻ അബ്രഹാം ഞങ്ങളുടെ പിതാവാണ്. and we don't lack anything. ആമേൻ ഞങ്ങൾക്കൊന്നും ശൂന്യമായില്ല എല്ലാം. So they are thinking God has accepted them because of who they are and because of what they have. അവർ ആരായിരിക്കുന്നു, അവർക്ക് എന്തോ ഉണ്ട്, അതിൽ കേന്ദ്രീകരിച്ചാണ് ദൈവം അവരെ സ്വീകരിച്ചിരിക്കുന്നതെന്ന് അവർ And ചിന്തിച്ചു. this is what exactly I want to talk to you. ആമേൻ ഇത് തന്നെയാണ് നിങ്ങളോടും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. Do not think that God will accept us for who we are based on the lineage. ആമേൻ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് നാം ആരായിരിക്കുന്നു അതിനനുസരിച്ച് ഒരിക്കലും ചിന്തിക്കരുത് ദൈവം അങ്ങനെയാണ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന്. There are also people who think that, I have car, ആമേൻ എനിക്ക് വാഹനമുണ്ട്, I have good house, നല്ലൊരു ഭവനമുണ്ട്, decent job, നല്ലൊരു ജോലിയുണ്ട്, beautiful wife, നല്ലൊരു സുന്ദരിയായ ഭാര്യയുണ്ട്, at least have 1 or 2 kids, ആമേൻ 1-2 കുഞ്ഞുങ്ങളുമുണ്ട്, I have everything. എനിക്കെല്ലാം ഉണ്ട്. And it is that they take that as the basis that God has blessed me. ആമേൻ അത് എടുത്തുകൊണ്ട് അവർ പറയുമോ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടല്ലോ, God has blessed me. ദൈവം എന്നെ അനുഗ്രഹിച്ചല്ലോ. I want to tell you, ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ, that is not the criteria that God has accepted you. ആമേൻ അപ്രകാരം ഒന്നും നോക്കിയല്ല ദൈവം നമ്മളെ സ്വീകരിച്ചിരിക്കുന്നത്. ആമേൻ.
Right? ഹല്ലേലൂയ. Ambani's pre-marriage is still going on. ആമേൻ. അംബാനിയുടെ മകന്റെ വിവാഹത്തിന്റെ പ്രാരംഭത്തിലെ ആഘോഷങ്ങൾ നടക്കുന്നേ ഉള്ളൂ. If your theory is right, then he is the most blessed person on the face of നാം earth. ചിന്തിക്കുന്ന രീതിയിലാണെങ്കിൽ അംബാനിയാണ് ലോകത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തി. Right? ആമേൻ. And Bible is saying, വചനം വിളിച്ചു പറയുന്നു, you also need to repent. ആമേൻ, നിങ്ങളും So മാനസാന്തരപ്പെടണം. what is their pride? ആമേൻ. അവരുടെ അഹംഭാവം എന്താണെന്നോ? Pride is, I am the child of Abraham. ഓ, ഞാൻ അബ്രഹാമിന്റെ സന്തതിയാണെന്നുള്ള അഹംഭാവം I ഉണ്ടായിരുന്നു. have dresses. Look into my dresses. ആമേൻ. എന്റെ വസ്ത്രങ്ങളൊക്കെ ഒന്ന് നോക്കിയേ. That means, and that's why John said, അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞത്, verse 11. Let's read that. Verse 11. 11ാമത്തെ വാക്യം, He who has 2 tunics, let him give to him who has none. And he who has food, let him do likewise. In Malayalam. അതിന് അവൻ, ആ. 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ആ. ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. All right. So simple thing is that repent from that pride. ആമേൻ. നമ്മുടെ അഹംഭാവത്തിൽ നിന്നും നാം Church, മാനസാന്തരപ്പെടുക. we all go through. See, when I preach, I'm not keeping myself aloof. ആമേൻ. പ്രസംഗിക്കുന്ന ഞാൻ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. We all go through this. നാം എല്ലാവരും ഇതിൽ കൂടി കടന്നു പോകും. We feel like, oh, now I'm in America. ഓ, ഞാനിപ്പോൾ അമേരിക്കയിലാണ്. Especially, don't want to say. You can all just think, especially when we come to this country. ആമേൻ. നാം ഈ രാജ്യത്തേക്ക് വരുമ്പോൾ, ആര് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആമേൻ, I don't have to ask anybody any നിങ്ങളുടെ permission. ഒത്താശ കൊണ്ട് നല്ല ജീവിക്കുന്നത്. I'm not living based on your നാട്ടിൽ comments. എല്ലാത്തിനും പേടിച്ച് ജീവിച്ചവരാ. Amen. In India, back in India, they all were careful. എല്ലാവർക്കും ഒരു സേ ഉണ്ടായിരുന്നു ലൈഫിൽ. Amen. Everyone had a say in ഇവിടെ their life. വന്നപ്പോൾ ആരെയും നോക്കണ്ട. Amen. When you come here, you don't have to എന്തും look at ചെയ്യാം. them. You can do whatever you want. എന്തെങ്കിലും കറക്ഷൻ പറഞ്ഞു വന്ന് Amen. You just try to correct them. എന്റെ ദൈവമേ, അവരുടെ ട്രൂ കളറും കാണാം. You can see their true nature. God is saying, Amen. ദൈവം പറയുകയാണ്, repent. മാനസാന്തരപ്പെടുക. So it's not about the lineage. Amen. പാരമ്പര്യത്തിലല്ല. It's not about that lineage. Amen. ഒരിക്കലും ആ പാരമ്പര്യത്തിലല്ല. But lineage, it's more about God, faith in God. Amen. ദൈവത്തിലുള്ള വിശ്വാസത്തിലത്രേ. So simple thing, number 1 is, the way to get to God's glory, to see God's hand, is to repent from pride. ആമേൻ. നമ്മുടെ അഹംഭാവത്തിൽ നിന്ന് മാനസാന്തരപ്പെടുമ്പോഴാണ് ദൈവത്തിങ്കിലേക്ക് എത്തിച്ചേരുന്നതും ദൈവത്തിന്റെ അക്കാരം നമ്മൾ Group number 2. രണ്ടാമത്തെ കൂട്ടരെ നമുക്ക് If നോക്കാം. you go down, ആമേൻ. നാം താഴോട്ടൊന്ന് വായിക്കുകയാണെങ്കിൽ, the tax collector also came to be baptized. അവിടെ ചുങ്കം പിരിക്കുന്ന ഒരു വ്യക്തിയും സ്നാനപ്പെടുവാൻ വേണ്ടി വന്നു. They are also for baptism. അവരും ഇതാ സ്നാനപ്പെടുവാൻ വേണ്ടി They വന്നു. want to get baptized. അവർക്കും സ്നാനപ്പെടുവാൻ ആഗ്രഹമുണ്ട്. John looking unto them. ആമേൻ. യോഹന്നാൻ അവരെ നോക്കിക്കൊണ്ട്, And you know how, and tax collectors were Jews. ആമേൻ, ഈ യഹൂദന്മാരായിരുന്നു ഈ ചുങ്കം പിരിക്കുന്നവരും. They were Jews, അവർ യഹൂദന്മാരാ, but they became tax collectors. പക്ഷേ അവർ ചുങ്കം പിരിക്കുന്നവരായി മാറി. John said, യോഹന്നാൻ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, I am not asking you to change your profession, ആമേൻ, നിങ്ങളുടെ ജോലി മാറ്റുവാനല്ല ഞാൻ പറയുന്നത്. but in your profession have ethics. ആമേൻ. നിങ്ങളുടെ ജോലിയിലും നിങ്ങൾ എത്തിക്സ് കാണിക്കുക. Do not take anything more than that was supposed to get. ആമേൻ. എടുക്കുന്നതിലും അധികമായി നിങ്ങൾ ആരിൽ നിന്നും പിടിച്ചു പറിക്കരുത്. This is called, I call this as greed of money. ആമേൻ. ഇത് ധനത്തോടുള്ള ഒരു ആർത്തി എന്ന് ഞാൻ വിളിക്കും. So first was religious Jews, Abraham as father. ആമേൻ. ഒന്നാമതായി അവർ മതപരമായി അവർ യഹൂദന്മാരാണ്, ഈ അബ്രഹാം Second, പിതാവായിട്ട്. tax collectors, greedy Jews. രണ്ടാമതായി ഈ ചുങ്കം പിരിക്കുന്നവർ അവർ ഗ്രീഡി ആയിട്ടുള്ള യഹൂദന്മാർ. Come back to Christianity. ആമേൻ. ഇത് ക്രിസ്ത്യാനിറ്റിയിൽ നോക്കാമോ? I'm a child of God. ഞാൻ ദൈവ പൈതലാണ്. There are very religious Christians, religious Pentecostals. ആമേൻ. ഒരുപാട് മതഭക്തിയുള്ള ബന്ധുക്കോസുകാരും ക്രിസ്ത്യാനികളുമുണ്ട്. മതഭ്രാന്തന്മാരുമുണ്ട്. ആമേൻ. റിലീജിയസ് ക്രേസിനെസ്. Second is പണത്തോട് ഭയങ്കര ആർത്തിയാണ്. Amen. Second, they are so greedy towards wealth. എന്തോ ആർത്ത എന്ന് നിങ്ങൾ പൂർത്തീകരിച്ചത്. Greedy Jews, that are similar to greedy Christians. ആമേൻ. ഇത് ആർത്തിയുള്ള ക്രിസ്ത്യാനികൾ എന്ന് വേണമെങ്കിൽ പറയാം. Church, I want to let you know, സഭയോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. we all can slip. നാം എല്ലാവരും തെറ്റിപ്പോകും. We all can slip. നാം എല്ലാവരും തെറ്റിപ്പോകാം. When money becomes your motive. ആമേൻ. പണം നമ്മുടെ കേന്ദ്രമാണ്. We all need money. നമുക്ക് എല്ലാവർക്കും ധനം We all ആവശ്യമാണ്. need money. നമുക്ക് എല്ലാവർക്കും ധനം I am ആവശ്യമാണ്. not saying earning money is wrong. ആമേൻ. ധനം സമ്പാദിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ No, ഒരിക്കലും if you പറയുന്നില്ല. have capability, earn well. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ധാരാളമായി അധ്വാനിക്കുക. But when you compromise your Christianity for money, ആമേൻ. നിങ്ങളുടെ വിശ്വാസം ധനത്തിനു വേണ്ടി നിങ്ങൾ ഒന്ന് when കോംപ്രമൈസ് you ചെയ്യുമ്പോൾ, compromise your fellowship
to get some more money. ആമേൻ. നിങ്ങളുടെ കൂട്ടായ്മകൾ മുടക്കിയിട്ട് ധനം സമ്പാദിക്കാൻ ശ്രമിക്കുമ്പോൾ, When you have time and you take extra time to get money more than what you need, and keeping away the devotions. ആമേൻ. ദൈവ സാന്നിധ്യം മാറ്റിവെച്ച് സമയമുള്ളപ്പോൾ അധിക സമയം ധനത്തിനു വേണ്ടി പൊന്നാലെ പോകുമ്പോൾ, Church, സഭേ, I pray that ആമേൻ, God will give you a repentant heart. ആമേൻ, ദൈവം നിങ്ങൾക്ക് ഒരു മാനസാന്തരം തരും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. And I want to tell you something. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. This is very serious. ആമേൻ. ഇത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. I am telling you, it's very ഇത് serious. വളരെ ഗൗരവമുള്ള I വിഷയമാണ്. know I'm not creating a hype here. ആമേൻ. ഞാൻ ഇവിടെ ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല. I'm not creating a hype. ആമേൻ. വലിയൊരു But ഹൈപ്പ് I'm ഉണ്ടാക്കാൻ telling ശ്രമിക്കുന്നില്ല. you the truth, you will miss heaven. ആമേൻ. സത്യം നിങ്ങളോട് വിശദീകരിക്കുകയാണ്, നിങ്ങൾ സ്വർഗം നഷ്ടപ്പെട്ടു പോകും. And for heavenly reasons you got into the church. ആമേൻ. സ്വർഗീയമായ കാരണം മുഖാന്തരമാണ് നിങ്ങൾ സഭയിലേക്ക് If വന്നത്. heaven was not a reality, you will never come to church. സ്വർഗം ഒരു യാഥാർത്ഥ്യമല്ലായിരുന്നെങ്കിൽ ഒരിക്കലും നിങ്ങൾ And because you believe that heaven is needed, you got saved. And I want to tell you, this is a trap. ആമേൻ. സ്വർഗം ആവശ്യമുണ്ട് എന്ന് ആഗ്രഹമുള്ളതാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. പക്ഷേ ഇങ്ങനെ കെണികളുണ്ട്. Yes, we need money. ആമേൻ. നമുക്ക് ധനം ആവശ്യമാണ്. If you are less in, if you don't have money for bills and all these bills that comes in, then definitely you should work. ആമേൻ. അടയ്ക്കുവാൻ നിങ്ങൾക്ക് കാശില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജോലി ചെയ്തേ തീരൂ. And if you don't work, you should not eat. ആമേൻ. നിങ്ങൾ ജോലി ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യരുത്. So work. അതുകൊണ്ട് ജോലി ചെയ്യുക. But I want to tell you something. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. Greed of money ആമേൻ. ഈ പണത്തോടുള്ള ആർത്തി will kill you. അത് നിങ്ങളെ കൊന്നുകളയും. Have you ever thought in Bible? ആമേൻ. വചനത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? I have seen people who are immoral got saved and came back to repented to God. ആമേൻ. ഈ മോറലായിട്ട് അതിക്രമം ചെയ്തവർ അവർ മാനസാന്തരപ്പെട്ടു ദൈവസന്നിധിയിലേക്ക്. Fornicators, they have repented and come to Lord. ആമേൻ. അധർമ്മം ചെയ്തവരും അവരും മാനസാന്തരപ്പെട്ട ദൈവസന്നിധിയിലേക്ക്. Idolaters have come back to God. വിഗ്രഹാരാധന ചെയ്തവരും അവരും മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്നു. There is not a single example in Bible somebody had greed of money and came back to God. ആമേൻ. പണത്തോടുള്ള ആർത്തിയുള്ള ഒരു വ്യക്തിയും മടങ്ങി വന്നതായി നാം കാണുന്നില്ല. Not one example. ആമേൻ. ഒരു ഉദാഹരണം പോലുമില്ല. That's why Bible says the biggest root of sin is greed and love towards money. ധനത്തോടുള്ള സ്നേഹവും ആർത്തിയുമാണ് ഏറ്റവും വലിയ പാപം എന്ന് വചനം വിളിച്ചു പറയുന്നത്. Second group of people. ആമേൻ. അതാണ് രണ്ടാമത്തെ കൂട്ടര്. Third group of people. മൂന്നാമത്തെ കൂട്ടർ ഇതാണ്. Soldiers. ആമേൻ. പടയാളികൾ. Downline soldiers. താഴോട്ട് നാം വായിക്കുമ്പോൾ പടയാളികളെ കാണാം. And they came. ആമേൻ. അവരും വന്നു. And they asked, what should we do? ആമേൻ. അവരും ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? And then John said ആമേൻ. യോഹന്നാൻ അപ്പനോട് അവരോട് പറഞ്ഞു, that you should not use the common people, the ignorant people, and you should not use them for your benefit. ആമേൻ. സാധാരണക്കാരായ ജനത്തെ ചൂഷണം ചെയ്ത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി അവരെ പ്രയോജനപ്പെടുത്തരുത്. The reason is these soldiers have now positions. ആമേൻ. കാരണം ഇതാണ്, ഈ പടയാളികൾക്ക് ഇപ്പോൾ സ്ഥാനങ്ങൾ. They also came for baptism. അവരും സ്നാനത്തിന് വേണ്ടി They വന്നതാണ്. also are Jews. അവരും യഹൂദന്മാരാണ്. So because of the position, അവർക്കുള്ള സ്ഥാനം കാരണം they started exploiting people. അവർ ജനത്തെ ചൂഷണം ചെയ്യുവാനിടയായി. Because of the position. അവർക്ക് സ്ഥാനമുണ്ടായതുകൊണ്ട്. Church, I want to tell you, സഭയോട് ഒരു കാര്യം ഞാൻ വിളിച്ചു പറയട്ടെ. we all come to leadership. നാം എല്ലാവരും നേതൃസ്ഥാനത്തേക്ക് എത്തും. Whether it's leadership in church or whether leadership in our offices. അത് സഭയിലുള്ള നേതൃത്വമായിക്കൊള്ളട്ടെ, അത് ജോലി സ്ഥലത്തുള്ള നേതൃത്വം ആയിക്കൊള്ളട്ടെ. As a Christian, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ never exploit your position. ആമേൻ. നിങ്ങളുടെ സ്ഥാനം ഉപയോഗിച്ച് ആരെയും ചൂഷണം ചെയ്യരുത്. Because you are in leadership, നിങ്ങൾ ഒരു സ്ഥാനത്തിൽ ഇരിക്കുന്നത് കൊണ്ട് do not exploit others. മറ്റാരെയും ചൂഷണം ചെയ്യരുത്. Because you have power. നിങ്ങൾക്ക് ശക്തിയുണ്ടത് കൊണ്ട്. And I want to tell you, ആമേൻ. ഒരു കാര്യം പറയട്ടെ. there are a lot of exploitations. ആമേൻ. ഒരുപാട് ചൂഷണം നടക്കുന്നുണ്ട്. In the name of Holy Spirit, പരിശുദ്ധാത്മാവിന്റെ പേരിൽ, in the name of preaching, ആമേൻ, പ്രസംഗത്തിന്റെ പേരിൽ, in the name of anointing, ആമേൻ, അഭിഷേകത്തിന്റെ പേരിൽ, in the name of oil, ആമേൻ, എണ്ണയുടെ പേരിൽ lot of exploitation. ഒരുപാട് ചൂഷണം നടക്കുന്നുണ്ട്. I don't know what kind of dramas are all around. ആമേൻ. നമ്മുടെ ചുറ്റും നടക്കുന്ന പ്രകടനങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് You are hearing all kind of dramas. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുമുണ്ടല്ലോ. Because of the leadership and position. ആമേൻ. നിങ്ങൾ നേതൃസ്ഥാനത്തിലും സ്ഥാനത്തിലുമുള്ളത്. This is a trap in Christianity. ആമേൻ. ഇത് ക്രിസ്ത്യാനിറ്റിയിലുള്ള ഒരു കെണിയാണ്. There is a trap in Christianity. ആമേൻ. ക്രിസ്ത്യാനിറ്റിയിലുള്ള ഒരു കെണിയാണ്. That when you get some position, നിങ്ങൾക്ക് ചില സ്ഥാനങ്ങൾ ലഭിക്കുമ്പോൾ, because you are
someone successful, ആമേൻ, നിങ്ങൾ എന്തോ ജയാളിയായിക്കൊണ്ട് you start exploiting others ആമേൻ മറ്റുള്ളവരെ ചൂഷണം so ചെയ്യാൻ that തുടങ്ങും. you gain fame, ആമേൻ, അതിലൂടെ നിങ്ങൾക്ക് ചില ഫെയിം so that ലഭിക്കും. you gain more importance. ആമേൻ, അതുകൊണ്ട് നിങ്ങൾ പ്രാധാന്യത്തിലേക്ക് വരുവാനിടയാകും. Look into the leadership of church. ആമേൻ, സഭയുടെ ലീഡർഷിപ്പിലേക്ക് നോക്കാം. Take any organization, ആമേൻ, ഏത് ഓർഗനൈസേഷൻ any വേണമെങ്കിലും എടുക്കാം. denomination, ഏത് കൂട്ടം വേണമെങ്കിലും നോക്കാം. exploiting some people. What the political system is doing? ആമേൻ, എന്താണ് പൊളിറ്റിക്സ് ചെയ്യുന്നത്? Exploiting others. ആമേൻ, അവരും രാഷ്ട്രീയമായി ജനത്തെ ചൂഷണം ചെയ്യുകയാണ്. Church, I want to let you know, സഭയോട് ഞാൻ ഒരു കാര്യം പറയട്ടെ. let us repent from that thing. ആമേൻ, അതിൽ നിന്ന് സഭയായി നമുക്ക് മാനസാന്തരപ്പെടാം. And I said this and I want to repeat it again. ആമേൻ, ഇത് ഞാൻ പറഞ്ഞതാണ്, ഞാൻ വീണ്ടും ഒന്ന് എടുത്തു പറയട്ടെ. Exploitation doesn't happen from stage. ആമേൻ, ചൂഷണം അത് സ്റ്റേജിൽ നിന്നല്ല സംഭവിക്കുന്നത്, It happens from there. അത് അവിടെ നിന്നാണ് സംഭവിക്കുന്നത്. നിങ്ങൾ തല കൊടുക്കുന്നതും കൊണ്ടല്ലേ ഈ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആൾക്കാർ വന്ന് നിൽക്കുന്നത്. Just because you bow down your heads and give your heads, that's why exploitation ഇത്രയും happens. വചനം പഠിപ്പിച്ചതിന് ശേഷം ഞാൻ ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ഒരുത്തൻ ചുമ്മാതെ ഒരു കാര്യം പറയുമ്പോഴും കൈയടിക്കുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. Amen. Even after me teaching a lot of word for you, still I see some of you clap your hands when somebody else says something. ചിന്തിച്ച് കൈയടിക്കണം. Amen. You need to think before you clap your hands. നിങ്ങളെ തന്നെ ഇരയായി കൊടുക്കരുത്. Don't give yourself as a prey for അവരെ others. കാണിക്കണം ഇവിടുത്തെ ആൾക്കാർ അങ്ങനെയല്ലെന്ന്. Amen. You need to show them that we are not like നിങ്ങളുടെ സ്പിരിച്വൽ മെച്യൂരിറ്റി നിങ്ങൾ You കാണിച്ചിരിക്കണം. need to demonstrate your spiritual ഏതെങ്കിലും maturity. എരുത്തെങ്കിലും വന്ന് ഉരുട്ടി വീഴ്ത്താനും പരിപാടിക്ക് കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ you should not give your head for that. If anyone comes and tries to slay you in the spirit, you shouldn't go under it. It can happen. I'm not saying against that. Amen. സംഭവിക്കാൻ കൂടാ എന്നില്ല. Okay, remember, I just want to tell you, somebody can have the experience of being falling down. ആമേൻ, വീഴുന്ന അവസ്ഥകൾ ചിലർക്ക് ഉണ്ടാകാം. Yes, it can happen. അത് സംഭവിക്കാം. People can have an experience of going to some other world. ആമേൻ, മറ്റൊരു ലോകത്തിലേക്ക് കടന്നു പോകുന്ന ഒരു അനുഭവത്തിലേക്കും ജനം പോകാം. People can have speaking in tongues experience. ആമേൻ, അന്യഭാഷ സംസാരിക്കുന്ന അനുഭവം ഉണ്ടാകാം. There are people who might fall down and may lay there for hours. ആമേൻ, വീണിട്ട് മണിക്കൂറുകൾ അവിടെ വീണ് കിടക്കുന്ന അവസ്ഥകൾ ഉണ്ടാകാം. Those are experiences. It can happen. ആമേൻ, അപ്രകാരമുള്ള അനുഭവങ്ങൾ സംഭവിക്കാം. Paul had it. ആമേൻ, പൗലോസിനുണ്ടായിരുന്നു. Yeah. He went to third heaven. താൻ മൂന്നാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെടുവാനിടയായി. But when did he tell people? ആമേൻ, എപ്പോഴാണ് ജനത്തോട് അത് പറഞ്ഞത്? After 14 years. ആമേൻ, 14 വർഷത്തിന് ശേഷമാണ്. നമ്മൾ വരുന്ന മുമ്പേ അവിടുന്ന് ഫേസ്ബുക്കിൽ ഇടും, ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക മേളിൽ പോയിട്ട്. Amen. We declare it even before we go that we are coming. അവിടെ പോയില്ല, അതിന് മുമ്പേ ഫേസ്ബുക്ക് ഞാൻ പോകാൻ പോവുക, പ്രാർത്ഥിച്ചോളാം. ഇറങ്ങി വരുന്ന വഴിയിൽ നിന്ന പോസ്റ്റ് എല്ലായിടത്തും ഞാൻ വന്നു. Amen. Even before we go to heaven, we give a post. I'm going, and on the way my back, I will give you many things. Hey, I want to tell you something. Amen. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. Please do not take the Pentecost out of your church. Amen. നിങ്ങളുടെ സഭയിൽ നിന്നും പെന്തക്കോസ്ത് എടുത്തു We are മാറ്റരുത്. Pentecostal people. നാം തീർച്ചയായിട്ടും പെന്തക്കോസ്ത് We have experiences. നമുക്ക് അനുഭവങ്ങളുണ്ട്. We speak in tongues. നാം അന്യഭാഷയിൽ സംസാരിക്കും. Yes, somebody can go to heaven. ആമേൻ, സ്വർഗ്ഗത്തിലേക്ക് Paul പോകാൻ went. കഴിയും. It's not just for Paul. We also can go. ആമേൻ, പൗലോസ് മൂന്നാം സ്വർഗ്ഗത്തോളം പോയി. പൗലോസ് മാത്രമല്ല, നമുക്കും പോവാം. Hey, Peter had trance experience. ആമേൻ, പത്രോസിനും അതുപോലത്തെ അനുഭവം ഉണ്ടായിരുന്നു. ഉണ്ടായിട്ടില്ലയോ? ആമേൻ, didn't he have? He was in trance. ആമേൻ, പത്രോസും ട്രാൻസിലേക്ക് So പോകാനിടയായി. can it happen? ആമേൻ, സംഭവിക്കാമോ? You know where is the problem? എവിടെ ഇവിടെ പ്രശ്നം എന്നറിയാമോ? Peter, after having trance, never did a ministry of trance. ആമേൻ, പത്രോസിന് അപ്രകാരം അനുഭവം ഉണ്ടായിട്ട് ആ അനുഭവത്തിന്റെ ശുശ്രൂഷ ചെയ്തു. നാളെ മുതൽ ഞാൻ ട്രാൻസ് മിനിസ്ട്രിയാ. ആമേൻ, from tomorrow I'm doing trans ministry. പോകുന്ന വഴി എല്ലാരും വീഴ്ത്തിയിട്ടൊന്നും പോയില്ല പുള്ളി. Amen. On his way he didn't. തന്റെ ലൈഫിൽ ഒരാളിനെയും വീഴ്ത്തിയില്ല. In his life he never caused anyone to fall. പോൾ 14 വർഷത്തിന് ശേഷം പറഞ്ഞെങ്കിലും ഒരു പ്രാവശ്യം പോലും പുള്ളി ചെയ്തിട്ടില്ല. Amen. He said it, declared it after 14 years, but he never did it. We all can have experience. നമുക്കെല്ലാവർക്കും അനുഭവം ഉണ്ടാകാം. Problem is when you make the experience as a ministry to exploit others. ആമേൻ, നമ്മുടെ ആ അനുഭവം ഒരു ശുശ്രൂഷയാക്കി മാറ്റി മറ്റുള്ളവരെ ചൂഷണം ചെയ്യുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. Do you get that? മനസ്സിലാകുന്നുണ്ടോ? Amen. We all can have experience. നമുക്കെല്ലാവർക്കും അനുഭവം ഉണ്ടാകാം. I had experience. എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. For few hours I had an experience of trance long time back. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ചില മണിക്കൂറുകൾ എനിക്ക് ട്രാൻസിന്റെ In അനുഭവം my ഉണ്ടായി. spirit I was taken up to some other place. എൻ്റെ ആത്മാവിൽ I told that my testimony. ആമേൻ, ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. I was taken somewhere else. ആമേൻ, മറ്റൊരിടത്തേക്ക് I've seen ആത്മാവിൽ the എന്നെ glory of കൊണ്ടുവരുന്നു. God. ഞാൻ ദൈവത്തിന്റെ തേജസ്സ് And കണ്ടതാണ്. I came back to my body. എന്നിട്ട് ഞാൻ തിരിച്ച് ശരീരത്തേക്ക് But വന്നു. I have no theological evidence to prove that. പക്ഷേ അത് വിശദീകരിക്കാനുള്ള ഒരു ദൈവശാസ്ത്രവും So എനിക്കില്ല. I am not coming the next time saying, hey,
I had this experience. Now you all come on. Let's come on to the stage. And I'm not going to do that. ആമേൻ. എനിക്കൊരു അനുഭവം ഉണ്ടായതുകൊണ്ട് ഞാൻ നാളെ വന്ന് എല്ലാവരെയും സ്റ്റേജിൽ വിളിച്ച് ആ ഒരു അനുഭവം പകരുകയില്ല. So please do not refrain from saying everything is demonic. Refrain from saying everything is Holy Spirit. ആമേൻ. നമ്മൾ എല്ലാം അത് ദുഷ്ടാത്മാവാണെന്നോ അല്ല എല്ലാം നല്ല ആത്മാവാണെന്നോ പറയുന്നത് നമുക്ക് മാറി നിൽക്കാം. Discern it. ആമേൻ. നാം അതൊന്ന് തിരിച്ചറിയാം. Go with the word. ആമേൻ. വചനപ്രകാരം If God gives you an experience, ആമേൻ. ദൈവം നിങ്ങൾക്ക് അനുഭവം തന്നിട്ടുണ്ടെങ്കിൽ I will tell you what is the problem. ആമേൻ. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം. If you will not believe this, ആമേൻ. നിങ്ങൾ ഈ വചനം വിശ്വസിക്കുന്നില്ല. every time you say it is demonic, ആമേൻ. എപ്പോഴും ഇത് പൈശാചികമാണെന്ന് പറയുമ്പോൾ you will never experience an experience of Holy Spirit. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ഒരു അനുഭവം ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാകുകയില്ല. So don't say that. ആമേൻ. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയരുത്. Instead of stand in the word, ആമേൻ. അതിന് പകരമായി വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് do not get exploited. ആമേൻ. ചൂഷണപ്പെടാതെ Stay away from ആമേൻ. exploitation. സകല ചൂഷണത്തിൽ നിന്ന് മാറി നിന്ന് God gives you an experience. ദൈവം ഒരു അനുഭവം തരുവാണെങ്കിൽ You don't have to get an experience during a convention. ആമേൻ. ഒരു കൺവെൻഷൻ അനുഭവം ലഭിക്കണമെന്നില്ല. When you're all alone, നിങ്ങൾ ഏകരായിരിക്കുമ്പോഴും when you're all alone, നിങ്ങൾ you ഒറ്റയ്ക്കിരിക്കുമ്പോഴും can have that ആ experience. ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകാം. Hope I cleared something to you. ആമേൻ. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് And വ്യക്തമാക്കി if you have some doubt, come back to me later. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മടങ്ങി എൻ്റെ അടുത്തേക്ക് Can I വരിക. get a good amen? നല്ലൊരു ആമേൻ കേൾക്കാമോ? So, being Pentecostal believers, ആമേൻ. ഒരു പെന്തക്കോസ് we വിശ്വാസിയായതുകൊണ്ട് believe in the Pentecostal experience. നാം പെന്തക്കോസ് അനുഭവത്തിലും വിശ്വസിക്കുന്നു. Amen. ആമേൻ. See, Jesus did a lot of ministries. ആമേൻ. കർത്താവായ യേശുക്രിസ്തു ഒരുപാട് ശുശ്രൂഷ ചെയ്തു. He spat on ground, took that mud and rubbed on somebody's eyes. ആമേൻ. ചെളിയിൽ തുപ്പി അത് എടുത്തുകൊണ്ട് ഒരു ചേറുണ്ടാക്കി കണ്ണിൽ പുരട്ടുവാനിടയായി. One event. ആമേൻ. അത് ഒരു സമയത്ത് ചെയ്തു. അതുകൊണ്ട് നാളെ തൊട്ട് എല്ലാം തുപ്പി ചേറെടുത്ത് പുരട്ടണോ? ആമേൻ. It doesn't mean that from tomorrow everybody has to spit on the ground and do the Did same. you get what I said? ആമേൻ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? This is exactly what people are doing. ആമേൻ. ഇത് തന്നെയാണ് ജനം ഇപ്പം ചെയ്യുന്നത്. We don't need any blankets ready and kind of things kind of. ആമേൻ. We don't ഇപ്പോൾ need നമുക്ക് that ചില kind of. പുതപ്പുകൾ തയ്യാറാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. We don't know when what Holy Spirit will do. എപ്പോൾ എങ്ങനെ പരിശുദ്ധാത്മാവ് ചെയ്യുമെന്ന് നമുക്കറിയില്ല. And there is not one pattern of Holy ആമേൻ. Spirit. പരിശുദ്ധാത്മാവ് ഇങ്ങനെ ചെയ്യൂ എന്നില്ല. 66 books of the Bible is not the constitution for Holy Spirit. ആമേൻ. ഈ 66 പുസ്തകമല്ല പരിശുദ്ധാത്മാവിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ. This came out of Holy Spirit. ആമേൻ. ഇത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് വന്നത്. Holy Spirit did not come out of book. ആമേൻ. ഈ പുസ്തകത്തിൽ നിന്നല്ല പരിശുദ്ധാത്മാവ് വന്നത്. So you don't know where Holy Spirit will lead you. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എവിടേക്കാ നയിക്കുന്നത് നിങ്ങൾക്കറിയില്ല. Refrain from all kind of talks. ആമേൻ. സകല സംസാരത്തിൽ നിന്ന് നമുക്കൊന്ന് മാറി നിൽക്കാം. Okay? So Amen. soldiers, they started camouflaging things, and so I call them compromised Jews. ആമേൻ. അവരെ പലതും ഇപ്രകാരം ചൂഷണം ചെയ്യാനിടയായി. അതുകൊണ്ട് കോംപ്രമൈസ് ജ്യൂസ് എന്ന് വിളിക്കാം. Compromised Christians, ആമേൻ. ഇപ്രകാരമുള്ള ക്രിസ്ത്യാനികളും ഇല്ലയോ? we compromise a lot. ആമേൻ. നാം ഒരുപാട് കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യും. Church, സഭ, please refrain and repent from compromising spirit. ആമേൻ. ആത്മാവിനെ കോംപ്രമൈസ് ചെയ്യുന്ന എല്ലാത്തിൽ നിന്നും നമുക്ക് വന്ന് മാനസാന്തരപ്പെടാം. തല പോയെന്ന് പറഞ്ഞാലും ആമേൻ. Even if I have to lay down my head. കോംപ്രമൈസ് ഇല്ലെന്ന് പറയണം. ആമേൻ. Let us say no compromise. അതിനുള്ള ആംബിയർ വേണം. ആമേൻ. We need to be bold enough. എന്തിനും ചേരാൻ പറ്റുന്ന ചേരല്ല നമ്മൾ. ആമേൻ. We are not one who can be part of anything and everything. എന്തിനും വേണ്ടി ഓടാൻ പറ്റുന്ന ഓട്ടമല്ല നമ്മൾ. ആമേൻ. We are not running a race that will run for എന്തിനും anything. കീജയ് പറയാൻ പറ്റത്തില്ല. We cannot say yes അതുള്ള to ആംബിയർ everything. വിശ്വാസികൾക്ക് വേണം. We need to have the boldness to say അത്ര no. കറേജ് നമുക്ക് വേണം. We need to have the courage to say ഇത് no. നടക്കത്തില്ല, എന്നെ കൊണ്ട് ഇത് നടക്കത്തില്ല എന്ന് പറയണം. Amen. We need to say no, it will not ചില happen. നന്മകൾ വേണ്ടാന്ന് പറയേണ്ടി വരും. Amen. We have to say no, I don't need certain goodness. ചില ബ്ലെസ്സിങ്സ് നിങ്ങൾ കാണുന്ന ബ്ലെസ്സിങ്സ് വേണ്ടാന്ന് പറയേണ്ടി We വരും. need to have the boldness to say no. to ധൈര്യമായിട്ട് certain പറയാൻ blessings. പറ്റുമോ? Can we boldly declare that? I repent from compromising. Amen. മാനസാന്തരപ്പെടുക. I repent from compromising. സകല കോംപ്രമൈസിൽ നിന്ന് മാനസാന്തരപ്പെടുന്നു. Fourth, നാലാമതായി. with this I close. ആമേൻ. ഇപ്രകാരം ഞാൻ ഇത് അവസാനിപ്പിക്കട്ടെ. And the fourth one, if you go down, there is a man called Herod. ആമേൻ. ഹെരോദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണാം. Herod Antipas. ആമേൻ. ഹെരോദ് അന്തിപ്പാസ്. He was a tetrarch. ആമേൻ. ഇതൊരു ടെട്രാക്ക് ആണ്. Tetrarch means when a kingdom is divided into four, one person is a tetrarch. ആമേൻ. ഒരു രാജ്യം നാലായി വിഭാജിക്കപ്പെടുമ്പോൾ അതിലൊരു വ്യക്തിയാണ് അതിന്റെ ടെട്രാക്ക്. Now, Herod Antipas is not a Jew. ആമേൻ. Originally. ഹെരോദ് അന്തിപ്പാസ് യഥാർത്ഥമായ ഒരു യഹൂദനല്ല. His dad Herod the Great was a Gentile. ആമേൻ. തന്റെ പിതാവായ വലിയവനായ ഹെരോദ് ഒരു ജെന്റൈലായിരുന്നു. ജാതികനായിരുന്നു. Yeah. And then he wanted to become the king for Jews, so he converted into Jewish. ആമേൻ. തനിക്ക് യഹൂദന്മാരുടെ രാജാവാൻ ആഗ്രഹമുണ്ടായുണ്ട്. താൻ യഹൂദനായി കൺവേർട്ട് ചെയ്യുവാനിടയായി. So
Jews were under his rule. അതുകൊണ്ട് യഹൂദന്മാർ തന്റെ കീഴിലായിരുന്നു. Herod the Great died. ആമേൻ. ഈ ഹെരോദ് ദി ഗ്രേറ്റ് മരിച്ചുവാനിടയായി. Herod Antipas, his son came. അതിനുശേഷം തന്റെ മകനായ ഹെരോദ് അന്തിപ്പാസ് വന്നു. Everybody listen this carefully. എല്ലാവരും ശ്രദ്ധിച്ചത് കേൾക്കണേ. Listen this very carefully. വളരെ ശ്രദ്ധയോടെ കേൾക്കണം. Herod Antipas was also, you know that he wanted to hear Jesus also. ആമേൻ. ഈ വ്യക്തിക്ക് യേശുവിനെ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. But the problem was, this guy had a little extracurricular activity. ആമേൻ. ഈ വ്യക്തിക്ക് മറ്റു ചില പ്രവൃത്തികളും ഉണ്ടായിരുന്നു. He had a beautiful wife. ആമേൻ. തനിക്കൊരു സുന്ദരിയായ ഭാര്യ ഉണ്ടായിരുന്നു. He saw his brother's wife beautiful and young. ആമേൻ. തന്റെ സഹോദരന്റെ ഭാര്യ അതിലും സുന്ദരിയും യൗവനക്കാരിയുമായി കണ്ടു. Philip, his brother Philip. ആമേൻ. തന്റെ സഹോദരനായ ഫിലിപ്പ്. Oh, he was beautiful. She was beautiful. ആമേൻ. പുള്ളിക്കാരിയെ കാണാൻ വളരെ സുന്ദരിയാണ്. What he did, എന്താ താൻ ചെയ്തത്? in order to get her, ആ സ്ത്രീയെ ലഭിക്കുവാൻ വേണ്ടി he divorced his current wife. ആമേൻ. തന്റെ ഇപ്പോഴുള്ള ഭാര്യയെ ഡിവോഴ്സ് ചെയ്തു. And he got Philip's wife എന്നിട്ട് ഫിലിപ്പിന്റെ ഭാര്യയെ എടുക്കുവാനിടയായി. as his own wife. തന്റെ സ്വന്തം ഭാര്യയായി. And he was trying to show some kind of favor to John. ആമേൻ. ഇപ്രകാരം ചില ഫേവർ യോഹന്നാന് കാണിക്കുവാനിടയായി. John looked unto him. യോഹന്നാൻ തന്നെ നോക്കിക്കൊണ്ട് Repent. മാനസാന്തരപ്പെടുക. You kept your brother's wife. ആമേൻ. God said you repent. ആമേൻ. നീ നിന്റെ സഹോദരന്റെ ഭാര്യയെ എടുത്തുകൊണ്ട് നീ മാനസാന്തരപ്പെടുക. The fourth trap, ആമേൻ. നാലാമത്തെ കെണി ഇതാണ്. immorality. ആമേൻ. ഇത് We live in a free country. ആമേൻ. നാം ഒരു ഫ്രീ ആയിട്ടുള്ള രാജ്യത്തിൽ വിശ്വസിക്കുന്നു. We live in a very free country. ആമേൻ. വളരെ സ്വാതന്ത്ര്യമുള്ള ഒരു You can do ദേശമാണ്. whatever you want. നമുക്ക് ആവശ്യമുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാം. You can lie down wherever you want to lie നമുക്ക് down. എവിടെ വേണമെങ്കിലും കിടക്കാം. I know there are young people listening me. ആമേൻ. എന്നെ കേൾക്കുന്ന യൗവനക്കാരുണ്ടെന്ന് എനിക്കറിയാം. I want to tell you, young people, ആമേൻ. യൗവനക്കാരോട് ഞാൻ വിളിച്ചു പറയട്ടെ. keep yourself pure. ആമേൻ. നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധിയായി ശ്രദ്ധിക്കുക. Your virginity is pure. ആമേൻ. നിങ്ങളുടെ വെർജിനിറ്റി നിങ്ങൾ സൂക്ഷിക്കുക. Keep that the same way. ആമേൻ. അത് അപ്രകാരം തന്നെ കാത്തു I സൂക്ഷിക്കുക. want to tell you, ഒരു കാര്യം ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ. Bible calls two words. One is fornication and second is immorality. ആമേൻ. വചനം രണ്ട് വാക്കുകൾ ഉപയോഗിക്കുന്നു. അതിക്രമവും രണ്ടാമത് ധാർമ്മികമില്ലാത്തതും. Fornication means sex before marriage. ഒന്നാമതായി വിവാഹത്തിന് മുമ്പേ ഉള്ള ലൈംഗിക ജീവിതം. Second, adultery. Sex after marriage, out of marriage. ആമേൻ. രണ്ടാമതായി വിവാഹത്തിന് ശേഷം വിവാഹത്തിന് പുറത്ത് ചെയ്യുന്ന സകല ബന്ധങ്ങളും. Bible says fornicators will never get into heaven. ആമേൻ. അതിക്രമികൾ ഒരിക്കലും സ്വർഗരാജ്യം പ്രാപിക്കുകയില്ല എന്ന് പറയുന്നു. മലയാളത്തിൽ അതിക്രമങ്ങളാണോ? അത് ഭയങ്കര അതിക്രമമായി പോയല്ലോ. Fornicators, sex before marriage, according to this Bible, there is no need of any translation, interpretation. According to this Bible, will not enter into heaven. ഈ വചനപ്രകാരം മറ്റൊരു ട്രാൻസ്ലേഷനോ ഒരു തർജ്ജമയോ ആവശ്യമില്ല. വചനപ്രകാരം അവർ ഒരിക്കലും സ്വർഗരാജ്യം പ്രാപിക്കുകയില്ല. Any sex out of marriage, വിവാഹത്തിന് പുറത്തുള്ള ഏതൊരു ബന്ധവും സെക്ഷൽ ലൈഫ്, that is called adultery. ആമേൻ. അതിനെ അഡൾട്ടറി എന്ന് പറയും. Adulterers will never inherit the kingdom of God. അവരും ഒരിക്കലും സ്വർഗരാജ്യം പ്രാപിക്കുകയില്ല. I'm not here to say or dictate your life. ആമേൻ. നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാനൊന്നുമല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. I have to tell what Bible says. പക്ഷെ വചനം പറയുന്നത് എന്താണോ അത് വ്യക്തമായി വിളിച്ചു പറയാം. Trap of immorality. ആമേൻ. ധാർമ്മികമില്ലാത്ത ഒരു കെണിയുണ്ട്. I know young people, and not just young people, adults. ആമേൻ. യൗവനക്കാർ മാത്രമല്ല മുതിർന്നവരും. We live in a free land. നാം സ്വാതന്ത്ര്യമുള്ള ദേശത്താണ് We can go ജീവിക്കുന്നത്. to anywhere. നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. Nobody can track you. ആരും നമ്മളെ ട്രാക്ക് ചെയ്യത്തില്ല. Nobody can track you. ആരും നമ്മളെ ശ്രദ്ധിക്കില്ല. Remember, even if there is no tracker anywhere, ആമേൻ. ആരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, ട്രാക്ക് ചെയ്യുന്നില്ലെങ്കിലും there is a Holy Spirit. പക്ഷെ ഒരു പരിശുദ്ധാത്മാവുണ്ട്. Tracks you everywhere. നമ്മൾ പോകുന്ന സകലതും ട്രാക്ക് ചെയ്യുന്ന. Being the servant of God, ആമേൻ. നിങ്ങളുടെ ഒരു ദൈവദാസൻ എന്ന നിലയിൽ I humbly say, ഞാൻ താഴ്മയോടെ നിങ്ങളോട് പറയട്ടെ. repent from the fourth trap. ആമേൻ. ഈ നാലാമത്തെ കെണിയിൽ നിന്നും നിങ്ങൾ മാനസാന്തരപ്പെടുക. Repent from immorality. ആമേൻ. ഈ സകല അധാർമികതയിൽ നിന്നും മാനസാന്തരപ്പെടുക. I told you four things. 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. 4 group and 4 things. 4 കൂട്ടരും 4 കാര്യങ്ങളും ഞാൻ I don't പറഞ്ഞു. know ever if you have listened this Hebrew 13:5 and 6. ആമേൻ. ഹെബ്രായ ലേഖനം 13ന്റെ 5ഉം 6ഉം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. What is that? Let the marriage bed be undefiled. That means when you come to marriage or when you come to that bed, you should be like brand new.
ആമേൻ. നിങ്ങൾ വിവാഹ കിടക്കയിലെത്തുമ്പോൾ അത് വളരെ പുതിയതായ രീതിയിലായിരിക്കണം. Not the bed. ആമേൻ. നാം പറയുന്ന ആ ഒരു യഥാർത്ഥമായ കിടക്കയെ കുറിച്ചല്ല. But you be new. ആമേൻ. നിങ്ങൾ പുതുക്കുമ്പോൾ പുതിയതായിരിക്കണം. You are the most precious gift to your husband. ആമേൻ. നിങ്ങളുടെ Ladies, you are the most and precious gift to your husband. Keeping yourself pure and safe for your husband. ആമേൻ. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല ദാനമാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ തന്നെ സൂക്ഷിച്ച് നിങ്ങളെ തന്നെ ശുദ്ധിയായി കാത്തുസൂക്ഷിക്കുക. ഭർത്താക്കന്മാരെ, you should be pure when you get to your wife. ആമേൻ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ ശുദ്ധിയുള്ളവരാണ്. So first thing is bed. Second thing, what is that? Keep your life free from. So morality and money goes hand in hand. ആമേൻ. ധർമ്മവും ധനവും അത് ഒരുമിച്ച് പോകുന്നു. Okay, so be careful when you have love of money. ആമേൻ. പണത്തോടുള്ള സ്നേഹം കൂടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. Because these goes hand in hand. കാരണം ഇത് ഒരുമിച്ച് യാത്ര ചെയ്യുന്നതാണ്. It's a danger point. ആമേൻ. വളരെ ഭയാനകമാണ്. And what is the danger? With this I close and choir can come forward. എന്താണ് ഭയാനകം? ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം. The danger is, ആമേൻ, ഇതിന്റെ ഭയാനകം ഇതാണ്. John says, യോഹന്നാൻ ഇത് വിളിച്ചു പറയുന്നു. as you are coming for baptism, ആമേൻ, നിങ്ങൾ സ്നാനത്തിനായി കടന്നു വരുമ്പോൾ the verdict is pronounced. ആമേൻ, അവിടെ വേർഡിക്റ്റ് വിളിച്ചു പറയുകയാണ്. Axe is kept already on the roots. ആമേൻ. ഇതാ ചുവട്ടിൽ, വൃക്ഷത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. For all the Christians here, ആമേൻ, ഇവിടെ ഇരിക്കുന്ന എല്ലാ everybody ദൈവമക്കളും, who is listening, എന്നെ കേൾക്കുന്ന സകല ദൈവമക്കളും, if you are anywhere in this trap, ആമേൻ, ഇതിൽ ഏതെങ്കിലും കെണിയിൽ നിങ്ങളാണെങ്കിൽ, trap of pride, ആമേൻ, അത് അഹംഭാവത്തിന്റെ ഒരു കെണിയാണെങ്കിൽ, trap of greed of money, ആമേൻ, പണത്തോടുള്ള ദ്രവ്യാഗ്രഹമാണെങ്കിൽ, trap of any kind of compromising spirit, ആമേൻ, എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യുന്ന ആത്മാവാണെങ്കിൽ, and trap of immorality, ആമേൻ, ധാർമ്മികമില്ലാത്ത എന്തെങ്കിലും, if we are in that, ആമേൻ, നാം ഇതിൽ ഏതെങ്കിലും ആണെങ്കിൽ, axe is already kept. ആമേൻ, കോടാലി വെച്ചിരിക്കുകയാണ്. Hey, listen this very carefully. ശ്രദ്ധിച്ച് നിങ്ങളത് കേൾക്കുക. It's not about if, it's about when. ആമേൻ, ഇത് ഉണ്ടോ ഇല്ലയോ എന്നല്ല, പക്ഷേ എപ്പോൾ എന്നാണ്. It's not about if he is going to cut or not. ആമേൻ, വെട്ടുമോ ഇല്ലയോ എന്നല്ല, It is about when he is എപ്പോഴാണ് going to cut. എപ്പോഴാണ് ആ വെട്ട് സംഭവിക്കാൻ പോകുന്നത് എന്നാണ്. Second thing, it is written over there. You Amen. go home and read it. രണ്ടാമത്തെ കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. There is a winnowing fan. ആമേൻ, വീശുമുറമുണ്ട്. It's already ready. ആമേൻ, അത് തയ്യാറെടുത്തിരിക്കുകയാണ്. These young kids don't know what is winnowing fan. ആമേൻ, യൗവനക്കാർക്ക് അറിയത്തില്ല എന്താ വീശുമുറമെന്ന്. This is something when you bring the grains together, there is a kind of fan that flips the grain and take out the chaff out of the grain. ആമേൻ, നെല്ലുകളെല്ലാം കൊണ്ടുവന്ന് അതിൽ നിന്ന് പാറ്റുമ്പോൾ കതിരും നെല്ലും തമ്മിൽ വേർതിരിക്കപ്പെടും. Two things. Axe is ready to cut. ഒന്നാമതായി കോടാലി മുറിക്കുവാൻ, വെട്ടുവാൻ വേണ്ടി Winnowing തയ്യാറായിരിക്കുന്നു. fan is there to flip you. ആമേൻ, വീശുമുറം നമ്മളെ വീശുവാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. Because God's kingdom is a clean kingdom. കാരണം ദൈവത്തിന്റെ രാജ്യം ശുദ്ധിയുള്ള രാജ്യമാണ്. God's kingdom, God will not see any prideful people there, greedy people there, exploited people there, or even compromised or immoral people there. ആമേൻ, ദൈവരാജ്യത്തിൽ ഒരിക്കലും ചൂഷണം ചെയ്യുന്നവരോ ധാർമ്മികമില്ലാത്തവരോ കോംപ്രമൈസ് ചെയ്യുന്നവരോ അല്ല മറ്റ് ഇത് കണ്ട എല്ലാ ട്രാപ്പിലുള്ളവരോ ഒന്നും അവിടെ കാണുകയില്ല. Church, ദൈവസഭയെ, if the Spirit of the Lord is talking to you, പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുന്നുണ്ടെങ്കിൽ, spoke to me, ആമേൻ, എന്നോട് സംസാരിച്ചു, it can be anything. ആമേൻ, അത് എന്തുമാകാം. Would you love to surrender yourself? ആമേൻ, നിങ്ങളെ തന്നെ ഒന്ന് Can I താഴ്ത്തിയേൽപ്പിക്കാൻ call താല്പര്യപ്പെടുന്നു. a call of repentance? ആമേൻ, ഒരു മാനസാന്തരത്തിന് വേണ്ടി ഞാൻ ഒന്ന് വിളിച്ചോട്ടെ. How many of you would love to do that? എത്ര പേർ അത് ചെയ്യുവാൻ തയ്യാറാണ്? If I call a call of repentance, ഞാൻ ഇന്ന് മാനസാന്തരത്തിന് വേണ്ടി നിങ്ങളെ വിളിച്ചാൽ, I stand. As a pastor, I stand for ഒരു you. ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ ആദ്യം നിൽക്കുകയാണ്. I lift my hands. ഞാൻ എന്റെ കരം ഉയർത്തുന്നു. How many of you would do that? ആമേൻ, ഇതിനോട് ചേർന്ന് എത്ര പേർക്ക് ചെയ്യുവാൻ Would you lift താല്പര്യമുണ്ട്? your hands? ആ വിശുദ്ധ കരം ഒന്ന് Would you ഉയർത്താം. rise up where you are? ആയിരിക്കുന്ന ഇടങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. Repent. ആമേൻ, ഒന്ന് മാനസാന്തരപ്പെടാം. Change of action. ആമേൻ, നമ്മുടെ പ്രവൃത്തിയിൽ നിന്നൊന്ന് മാറാം. Change of every attitude. നാം ചെയ്യുന്ന സകല ആറ്റിറ്റ്യൂഡിൽ നിന്നും Change മാറാം. of everything. ആമേൻ, സകലിൽ നിന്നും ഒന്ന് മാറാം. I want you to please lift both your hands if you are genuine and sincere. യഥാർത്ഥമായി നിങ്ങൾ ആണെങ്കിൽ ഇരു കരങ്ങളും ഒന്ന് ഉയർത്തിയാട്ടെ.